പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ അടിയന്തരമായ ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിലെ വലിയൊരു ഭാഗം വിമതർ പാർട്ടിക്കെതിരെ പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. നിയമസഭയിലെ ഔദ്യോഗിക തൃണമൂൽ കോൺഗ്രസിനായി തങ്ങളെ അംഗീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവായി ഋതുപ്രത ബാനർജിയെ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട വിമത നേതാക്കൾ സ്പീക്കർ രതീന്ദ്ര ബോസിന് കത്ത് നൽകിയിരിക്കുകയാണ്. വിമത MLA-മാർ നൽകിയ ഈ കത്ത് സ്പീക്കർ ഇനി സ്വീകരിച്ചിരിക്കുകയാണ്. വിഷയത്തിൽ ഇന്ന് 4 മണിക്ക് ഒരു തീരുമാനം അന്തിമമായി പ്രഖ്യാപിക്കുമെന്നാണ് സ്പീക്കർ അറിയിച്ചിരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ വലിയൊരു ഭാഗം വിമത MLA-മാർക്കൊപ്പമാണ് ഋതുപ്രത ബാനർജിയും സന്ദീപൻ സാഹയും സ്പീക്കറുടെ ചേംബറിലെത്തിയത്. തങ്ങൾക്ക് 58 തൃണമൂൽ MLA-മാരുടെയും നേരിട്ടുള്ള പിന്തുണയുണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖകളും ഒപ്പുകളും അടങ്ങിയ കത്തും ഇവർ സ്പീക്കർ രതീന്ദ്ര ബോസിന് കൈമാറി. വിമത നീക്കത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്പീക്കർക്ക് നൽകിയ കത്തിൽ TMC സുപ്രീമോ അതോടൊപ്പം തന്നെ മമതാ ബാനർജിയെ തങ്ങളുടെ ചെയർപേഴ്സൺ ആയിട്ടാണ് വിമതർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വിമത നീക്കത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്പീക്കർക്ക് നൽകിയ കത്തിൽ TMC സുപ്രീമോ മമതാ ബാനർജിയെ തങ്ങളുടെ ചെയർപേഴ്സൺ ആയിട്ടാണ് വിമതർ വിശേഷിപ്പിക്കുന്നത്. തങ്ങളുടെ പോരാട്ടം മമതാ ബാനർജിക്ക് എതിരല്ല, മറിച്ച് പാർട്ടി നിയമസഭാ കക്ഷിയിലെ നിലവിലെ അധികാര ഘടനയ്ക്കും അഭിഷേക് ബാനർജിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കും എതിരാണെന്നും വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് വിമതർ ഇതിലൂടെ നൽകുന്നത്. വൈകുന്നേരം 4 മണിക്ക് സ്പീക്കർ എടുക്കുന്ന തീരുമാനം പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കും. ആകെ 80 MLA-മാരുള്ള തൃണമൂൽ കോൺഗ്രസിൽ കൂറുമാറ്റ നിരോധന നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 3-2 ഭൂരിപക്ഷം ആവശ്യമാണ്. നിലവിൽ 58 പേരുടെ ഒപ്പ് സമർപ്പിക്കാൻ കഴിഞ്ഞതോടെ സാങ്കേതികമായി കൂറുമാറ്റ നിരോധന നിയമത്തിൽ നിന്നും രക്ഷപ്പെടാനും നിയമസഭയിലെ ഔദ്യോഗിക തൃണമൂൽ കക്ഷിയായി അംഗീകാരം നേടാനും വിമതർക്ക് സാധിക്കും. ആകെ 80 MLA-മാരിൽ 20 പേരാണ് മമതാ ബാനർജി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത്. പ്രതിപക്ഷ നേതാവിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട രേഖകളിൽ നിരവധി നിയമസഭാംഗങ്ങളുടെ ഒപ്പുകൾ അനുചിതമായി ഉപയോഗിച്ചുവെന്ന ആരോപണം ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഒരു വിവാദം. അവർക്കെതിരെ നടപടിയെടുത്തിട്ടും ഭരണഘടനാപരവും ധാർമ്മികവുമായ തത്വങ്ങൾക്ക് അനുസൃതമായാണ് തങ്ങൾ പ്രവർത്തിച്ചതെന്ന് 2 നിയമസഭാ അംഗങ്ങളും വാദിച്ചിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വിമത MLA ഋതുപ്രത ബാനർജിയാണ് പുതിയ പാർട്ടി രൂപീകരണത്തിനായി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 59 MLA-മാരുടെ പിന്തുണ തനിക്കൊപ്പമുണ്ടെന്നാണ് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ശിവസേന പിളർന്നതിന് സമാനമായ സംഭവങ്ങൾക്കാണ് ഇപ്പോൾ പശ്ചിമ ബംഗാൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളാണ് ഉടലെടുത്തത്. പാർട്ടി അധ്യക്ഷ മമതാ ബാനർജിക്കെതിരെയും മരുമകൻ അഭിഷേക് ബാനർജിക്കെതിരെയും വലിയൊരു ഭാഗം രംഗത്തെത്തിക്കഴിഞ്ഞു. ആകെ 80 MLA-മാരുള്ള തൃണമൂൽ കോൺഗ്രസിൽ കൂറുമാറ്റ നിരോധന നിയമത്തെ മറികടക്കാൻ 3-2 ഭൂരിപക്ഷം വിമതർക്ക് ആവശ്യമാണ്. എന്നാൽ തങ്ങൾക്കൊപ്പം 59 MLA-മാരുടെ ഒപ്പുകളടങ്ങിയ പിന്തുണക്കത്തുണ്ടെന്നാണ് ഋതുപ്രത ബാനർജിയും സന്ദീപൻ സാഹിയും അവകാശപ്പെടുന്നത്.